ഇനി ചുറ്റുമുള്ള ശബ്ദം ഒന്ന് ശ്രദ്ധിക്കാം. ചെറുതും വലുതുമായിട്ടുള്ള ശബ്ദം. ഊർജ്ജം ഉണ്ടാകുന്ന ഇവിടെ തന്നെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഊർജ്ജം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നെറ്റിക്ക് ഇങ്ങനെ ചൂണ്ടിക്കഴിയുമ്പോൾ അറിയാൻ സാധിക്കും ഊർജ്ജം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് എക്സ്പെരിമെൻ്റിലല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എക്സ്പെരിമെൻ്റ് കാണണമെന്നില്ല, പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഊർജ്ജം. അപ്പോൾ ഇത് ധ്യാൻമുദ്രയാണ്. എന്നിട്ട് വലത്തെ കൈയിൽ നിന്ന് ഫ്രീ ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് വലത്തെ കൈയുടെ തള്ളവിരലുകൊണ്ട് വലത്തെ മൂക്കടച്ചിട്ട് ഇടത്തെ മൂക്കിലൂടെ എടുക്കുന്നു. ഇടത്തെ മൂക്കിൽ കൂടെ തന്നെ കളയുന്നു. ഇടത്തെ മൂക്ക് പിന്നെ അടച്ചിട്ട് വലത്തെ മൂക്കിലൂടെ എടുക്കുന്നു. വലത്തെ മൂക്കിൽ കൂടെ തന്നെ കളയുന്നു. ഇനി വലത്തെ മൂക്ക് അടച്ചിട്ട് ഇടത്തെ മൂക്കിലൂടെ എടുക്കുന്നു. ഇടത്തെ മൂക്കിൽ കൂടെ തന്നെ കളയുന്നു. ഇടത്തെ മൂക്ക് അടച്ചിട്ട് വലത്തെ മൂക്കിലൂടെ എടുക്കുന്നു. വലത്തെ മൂക്കിൽ കൂടെ തന്നെ കളയുന്നു. ഒന്ന് ബാലൻസ് ചെയ്തു. 7 പ്രാവശ്യം നമ്മൾ ചെയ്തു. എല്ലാവരും തുല്യവരായിട്ട് കാണുന്ന പോലെ എല്ലാ അവയവത്തെയും അതുപോലെ. പിന്നെ നമുക്ക് 2 ഒരു ചേർത്ത് തിരിച്ച് ശ്വാസം കളയുകയാണ്, ശ്വാസം എടുക്കുകയാണ്. അത് മൂവ്മെന്റ് നമ്മൾ മനസ്സിലാക്കി ചെയ്തോണ്ടാണ് മതി. ഇനി നമുക്കിത് ശ്വാസം കളഞ്ഞുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് കളഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് കളഞ്ഞുകൊണ്ട്. ഇനി അടുത്തത് വീരിച്ചിക്കട്ടെ. കൈ വിരലൊക്കെ വീരിച്ച് ശ്വാസം എടുക്കുന്നു. ബലമായിട്ട് തന്നെ കളഞ്ഞുകൊണ്ട് എടുക്കുന്നു. ശ്വാസം കളയുന്നു. ഇനി അടുത്തത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുന്നു. 5 പ്രാവശ്യം ചുറ്റിക്കുകയാണ് വേണ്ടത്. തിരിച്ചും ചുറ്റിക്കുന്നു. ഇനി 2 മുഷ്ടിയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് തിരിച്ച് 5 പ്രാവശ്യം വെച്ച് ചെയ്തെന്ന് വിചാരിക്കാം. ഇനി അടുത്തത് ശ്വാസം കളയുന്നു, ശ്വാസം എടുക്കുന്നു, കളയുന്നു, എടുക്കുന്നു. ശക്തി തന്നെ അങ്ങോട്ട് കൈ അങ്ങോട്ട് എറിയുക. തലയൊക്കെ ഒന്ന് കുലുങ്ങിയാലും കുഴപ്പമില്ല. മുഖത്തിരിക്കുന്ന കണ്ണാടി ഒന്ന് തീർച്ചയായും കുഴപ്പമില്ല. ഇനി അടുത്തത് 5 പ്രാവശ്യം ചെയ്തെങ്കിൽ അടുത്തതിലേക്ക് ശ്വാസം കളഞ്ഞു, ശ്വാസം എടുത്തു, കളഞ്ഞു, എടുത്തു. തെറിച്ച് പൊക്കോട്ടെ, കൈ തേച്ചാലും സാരമില്ല. ശ്വാസം കളഞ്ഞു, ശ്വാസം വിടുക, ശ്വാസം എടുക്കുന്നു, കളഞ്ഞു, മടങ്ങുമ്പോൾ കളയുക, ശ്വാസം കളയുക. അനക്കൊക്കെ വേദനകൾക്ക് കൊടുത്തിട്ട് നമ്മൾ പൂച്ച എഴുന്നേൽക്കുന്ന പോലെ മാർജാനാസനം എന്ന് പറയും. പൂച്ച എഴുന്നേൽക്കുന്ന എങ്ങനെ കൊണ്ട് എന്നിട്ട് ഇതാണ് മാർജാനാസനം. ഇങ്ങനെയൊക്കെ ബെഡായിരുന്നു ചെയ്തിട്ട് അങ്ങോട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ ബാത്റൂമിലേക്ക് പോകുന്ന വഴിക്ക് പടച്ച് വീഴും. അങ്ങനത്തെ പ്രശ്നമാണ്. ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യും. റിലീസാക്കിയിട്ട് ഫ്രണ്ടിലോട്ട് വെക്കുക. ഇനി റിലീസാക്കിയിട്ട് പുറകിൽ വെക്കുക. റിലീസാക്കിയിട്ട് ഫ്രണ്ടിൽ റിലീസ്. ഇത് ഇപ്പം ചെയ്തത് സ്പോണ്ടിലോസിസ് പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട്
നല്ലതാണ്. മുന്നോട്ട് തള്ളി പുറകോട്ട്. ആകാവുന്നവരെയൊക്കെ മതി കേട്ടോ. ഡെയിലി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പിടിച്ചോടിക്കരുത്. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ എഫക്റ്റ്. കണ്ണടച്ചുകൊണ്ട് ചെയ്യാൻ കേസുള്ളൂ. അത് ഞാൻ പറഞ്ഞത് മെഡിറ്റേഷൻ അവിടെ ആവശ്യമാണ്. സൂക്ഷ്മ തലത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക. മനസ്സ് ആ പ്രസ് ചെയ്യുന്ന അതുപോലെ നിൽക്കുക. ഒരു മൂവ്മെന്റ് ഉണ്ടാകരുത്. കണ്ണടഞ്ഞ് തന്നെ ഇരിക്കുക. ശരീരത്തെ മൊത്തം നിരീക്ഷിക്കുക. ശ്വാസം ശരീരത്തിലൂടെ വേദനയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധ കൊടുക്കുക. ശ്വാസമെടുപ്പ് ശ്രദ്ധിക്കുക. സന്ധ്യമയങ്ങും നേരം രാമചന്ദ്ര പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു ഓ സന്ധ്യമയങ്ങും നേരം കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരികിലൂടെ കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലുതുക്കുകളിലൂടെ കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരികിലൂടെ കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലുതുക്കുകളിലൂടെ തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം നിന്റെ നാണം സന്ധ്യമയങ്ങും നേരം കാക്കച്ചേക്കേറും കിളിമരത്തണലിൽ കാതരോടെ മനസ്സിനുള്ളിൽ ഒളിച്ചു പിടിക്കും സ്വപ്നരത്നഖനിയോടെ കാക്കച്ചേക്കേറും കിളിമരത്തണലിൽ കാതരമിഴികളോടെ മനസ്സിനുള്ളിൽ ഒളിച്ചു പിടിക്കും സ്വപ്നരത്നഖനിയോടെ ഒരുങ്ങി വരും സൗന്ദര്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം നിന്റെ മൗനം സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ
എഴുത്തുകാരൻ എഴുതിയതല്ല വായനക്കാരൻ്റെ വായനയിലൂടെ കിട്ടുന്നത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഇപ്പോൾ സാറ് വായിക്കുന്നവരല്ല, ആ വായിച്ചതുകൊണ്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാനും അതിൻ്റെ മറ്റ് മാനങ്ങൾ മനസ്സിലാക്കാനും കഴിയും. പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമുക്ക് അത്തരത്തിലൊരു ചർച്ച കാണാറില്ല. പലപ്പോഴും ചർച്ച ചെയ്യുന്നതന്നെ ആ കഥയിലുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകുന്നതല്ലാതെ അതിൻ്റെ വേറൊരു ഡൈമെൻഷനിൽ കാണുന്നതിന് വേണ്ടിയിട്ട് അല്ല നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ കാര്യത്തെ കാണുന്നതിന് ശ്രമിക്കുന്നു. നമുക്കൊരു പുസ്തക വായന ഒന്ന് തുടങ്ങി വയ്ക്കുന്നവർക്ക് വായിച്ച ഒരു നല്ല പുസ്തകം ഒരു 5 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുക. അപ്പോൾ കേരളത്തിലെ മലയാളത്തിലാണെങ്കിലും എത്രയോ പുസ്തകങ്ങൾ ഇറങ്ങുന്നു, ഓരോ വർഷവും പുസ്തകങ്ങൾ. ആ പുസ്തകം എല്ലാം നമുക്ക് വായിക്കാൻ പറ്റില്ല, വായിക്കേണ്ട കാര്യമില്ല. വെച്ച് കഴിഞ്ഞാൽ ഒരു 20% 10% മാത്രമേ ഒരു ശരിക്കും നല്ല ക്വാളിറ്റിയാണ് അല്ലേ? സാറ് നന്നായിട്ട് വായിക്കുന്ന ആളായതുകൊണ്ട് അറിയാം. ക്വാളിറ്റിയുള്ള പുസ്തകം ഉണ്ടാകും. ഒരാൾ എഴുതിയ പുസ്തകങ്ങളിലും ക്വാളിറ്റിയുള്ള പുസ്തകം ഒരു 20% എഴുതുള്ളൂ. അല്ലാതെ എല്ലാ പുസ്തകങ്ങളും മീരയുടെ ആരാച്ചാർ വായിച്ചിട്ട് കാതകൻ വായിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ അതേപോലെ വ്യത്യാസമുണ്ട്. കുറച്ച് പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ നല്ല കാമ്പുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പല പുസ്തകം സംഗീത ദിനത്തിന്റെ ആചരണത്തിലും അതുപോലെ തന്നെ നമ്മുടെ വായന ദിനത്തിന്റെ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് ഞങ്ങളോടൊപ്പം സംബന്ധിക്കുകയും ഞങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്ത സാറിനും BC മാത്യു സാറിനും അതുപോലെ തന്നെ പ്രകാശൻ സാറിനും നമ്മുടെ അപ്പുക്കുട്ടൻ സാറിനും ആദ്യമായി ഞാൻ നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഓരോ അംഗങ്ങളെയും പ്രത്യേകം നന്ദിപൂർവ്വം സ്മരിക്കുന്നു. നമുക്ക് ഇനി നമ്മുടെ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ഉണ്ട്, ഗ്രൂപ്പിന്റെ മീറ്റിംഗിലേക്ക് ആവുകയാണ്.